പാലക്കാടുകാരുടെ സ്വന്തം മുളക് വറുത്തപ്പുളിയാണ് ഇന്ന് കാണാൻ പോണത്. സ്റ്റൗ ടോപ്പിൽ ഒരു ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ വളരെ കുറച്ച് ഉലുവ കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് 10-12 ചെറിയുള്ളി, 2-3 കപ്പലമുളക്, 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞ് വന്നാലാണ് ഈ മുളക് വറുത്തപ്പുളിക്ക് നല്ല സ്വാദ് കിട്ടുക കേട്ടോ. ഇനി ഒരു വലിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത് അരിച്ച് വെച്ചതാട്ടോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും പിന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ പുളിവെള്ളം നന്നായിട്ട് വെന്ത് കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ കഴിക്കണ സമയത്ത് പുളിയുടെ ഒരു പച്ചവാസന ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ ഞാൻ ചെറിയൊരു കഷ്ണം വെല്ലം കൂടെ, ശർക്കര കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഒഴിച്ചുകറിയല്ലേ ഇത്. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ചോറെടുക്കുക, അതിന് ശേഷം ഇതിന് ചുറ്റുമായിട്ട് നല്ല ലാവിഷായിട്ട് മുളക് വറുത്തപ്പുളി ഒഴിച്ചു കൊടുക്കുക. പിന്നെ കൂർക്കയുടെ സീസൺ ആണെങ്കിൽ കൂർക്കുപ്പേരി അല്ലെങ്കിൽ മെഴുക്കുവരട്ടി നന്നായിട്ട് മൊരിയിച്ചെടുത്തത് എടുക്കാം, അല്ലെങ്കിൽ അല്ലാത്ത സമയത്താണെങ്കിൽ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി എടുക്കാം. നോൺ വെജൊക്കെ കഴിക്കണവരാണെങ്കിൽ പണ്ട് കാലത്തൊക്കെ എൻ്റെ അമ്മമ്മ നങ്കിമീൻ വറുത്തത് ആണ് കോമ്പിനേഷനായിട്ട് എടുത്തിരുന്നത്. ഇതൊക്കെയാണ് ഇത് കൂട്ടി കഴിക്കാനായിട്ട് ബെസ്റ്റ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വായിൽ കപ്പലോടിക്കണ വെള്ളം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരും വേദന ഉണ്ടാക്കി നോക്കിക്കോളൂ.